ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? മിക്ക ആൾക്കാരുടെ വീട്ടിലും അങ്ങനെ സെർവൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് കിച്ചൺ ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇടാറ്. ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവയും ചേർക്കാറുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാൻ സാധാരണ രാവിലെ വെള്ളത്തിലിട്ടിട്ട് രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ അരച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഞാൻ അരച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് ചോറ്, ഒരു 1-2 പിടി ചോറും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഇപ്പോൾ ചൂട് കുറവുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഇനി അതല്ല, ചൂട് ഒക്കെ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മാവ് പെട്ടെന്ന് പുളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ ബാറ്റർ ഇതാ നെക്സ്റ്റ് മോർണിംഗ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ല ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലിയും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റും. നമ്മൾ മിക്ക ആൾക്കാരും തൈര് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? ഒരുപാട് ഇഷ്ടമായിരിക്കും തൈര് എല്ലാവർക്കും. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് തൈര് റെഡിയാക്കുന്നത് വെച്ചാൽ, നമ്മുടെ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കും. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർക്കാം. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച തൈരാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു ബൗളിലാണ് തൈര് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൈര് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പാൽപ്പൊടി ചേർത്തുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ തൈര് റെഡിയാക്കാൻ വേണ്ടി വെക്കുന്നത് ഇങ്ങനത്തെ ഒരു കാസറോളിലാണ്. ഒരു കാസറോളിൽ നമ്മുടെ ബൗൾ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും. ആ ഒരു ഹീറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കൊരു 5-6 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ തൈര് നല്ല കട്ടിയായിട്ട് നല്ല സ്മൂത്തായിട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു തൈര് നമുക്ക് എല്ലാ ഡിഷിലും യൂസ് ചെയ്യാം. നമുക്ക് സാലഡ്സിൽ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കുട്ടികളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വെറുതെ നമുക്ക് മോരും വെള്ളമാക്കി കുടിക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു തൈര് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജാമോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും, ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഒരു 1-2 വലിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഒരു 3 ഉണ്ട വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഉപ്പും എണ്ണയും ചേർക്കുമ്പോൾ ഇത് കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന അതേ ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതാവുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാനും ഈസിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ട്രേ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് റെഡി ആയതിനു ശേഷം ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഫ്രീസറിൽ തന്നെ ഇത് സൂക്ഷിക്കാം.
നമ്മൾ മിക്ക കറികൾക്കും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എടുക്കാറുണ്ട് അല്ലേ. എന്തെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ അങ്ങനെ എന്ത് കറിയാണെങ്കിലും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എടുക്കും. അപ്പോൾ അധിക കാലമൊന്നും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് 1-2 മാസത്തോളം നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു ഹാക്കാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ക്യാബേജ് ഷ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാബേജ് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തെ ആ കഷ്ണമൊന്ന് നമുക്ക് മുറിച്ച് മാറ്റണം. ആ ഒരു ഇത് കട്ടിയുള്ള ഭാഗമല്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഒരു ഈസി ആയിട്ടുള്ളൊരു ഹാക്കാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് മുറിച്ചെടുത്തതിന് ശേഷം ദാ ഇങ്ങനെ ഒരു പീലർ എടുത്തിട്ട് നമുക്കത് പീൽ ചെയ്യാം. അത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ക്യാബേജ് ഷ്രെഡ് ചെയ്യാനായിട്ട്. നല്ല തിന്നായിട്ടുള്ള പീസായിട്ട് തന്നെ നമുക്ക് ക്യാബേജ് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പീൽ ചെയ്യാം. പിന്നെ ഈ ഒരു പീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് 3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഉപ്പേരിക്കാണെങ്കിലും അതുപോലെ എന്തെങ്കിലും സാലഡ്സ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു നല്ല മെത്തേഡാണ് കേട്ടോ. ഉള്ളി മുറിക്കുമ്പോൾ കരയാതിരിക്കാനായിട്ട് 1 മണിക്കൂർ ഉള്ളി നമുക്കൊന്ന് തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒന്നും കൂടി നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ, അതേപോലത്തെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. 10 ദിവസത്തോളം ഇതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മുടെ മിക്ക കറികളിലും നമ്മൾ കേരളീയർ ഉള്ളി ഉപയോഗിക്കുന്നവരാണല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇത് തീർന്നോളും. പിന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ കുക്കിംഗ് ഈസി ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു കിടിലൻ ട്രിക്കാണ് കേട്ടോ. നമ്മുടെ കുക്കിംഗ് എല്ലാം ഷടപടേന്ന് പറഞ്ഞിട്ട് ഞൊടിയിടയിൽ കഴിയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് ടൊമാറ്റോ ഓണിയൻ ഗ്രേവിയാണ്. അപ്പോൾ ടൊമാറ്റോ അരച്ചതും അതുപോലെ തന്നെ ഉള്ളി അരച്ചതുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി അരച്ചതൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക, കുറച്ച് ഉപ്പും ചേർത്തിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉള്ളി അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് തക്കാളി അരച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് സമയം കുക്ക് ചെയ്ത് വെക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതിനുശേഷം എന്താ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ദാ ഇങ്ങനത്തെ ഒരു ഐസ് ട്രേയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവി, ഈ ടൊമാറ്റോ ഓണിയൻ ഗ്രേവി നമുക്കൊരു 3 മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയതിന് ശേഷം നമുക്ക് ഇതേപോലെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ട്രിക്സും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വീഡിയോസായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.